ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഡേ നോക്കുമ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതേണ്ടോ, നല്ല വെയിലാണ്, മഴയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്നലെ രാത്രിയും പുലർച്ചെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഇപ്പൊ രാവിലെ പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. സോ നല്ല അടിപൊളി ദിവസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മൂക്കനൂർ വരെ പോകണം. കോഴിക്കുള്ള തവിട് മേടിക്കണം, പിന്നെ കുറച്ച് പൈപ്പ് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. സോ അതൊക്കെ മേടിക്കാൻ പോട്ടെ. സോ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തീറ്റ ചേട്ടൻ്റെ അടുത്ത് ഒരു ചാക്ക് തവിടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ ചേട്ടൻ ലെയർ മാഷും എടുത്തതിൻ്റെ കേട്ടോ. സോ അത് മേടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ഗൈസ്. അപ്പം നമ്മൾ മൂക്കനൂർ പോയി വന്നിട്ടുണ്ട്. സോ മൂക്കനൂരിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമ്മൾ തീറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇത് ഇങ്ങനത്തെ ഈ ഒരു പൈപ്പ് മേടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാ മേടിച്ചെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. സോ അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ വീട്ടിലെ പുതിയൊരു മെമ്പറിനും കൂടിയും കാണിച്ചു തരാം. ഇതുവരെ കാണിക്കാത്തൊരു മെമ്പറാണ്. സോ ആളെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ സൈക്കിളാണ് കേട്ടോ. സോ ഈ സൈക്കിളിൻ്റെ പേര് റോഡിയോ കുട്ടൻ എന്നാണ് നമ്മുടെ സൈക്കിളിൻ്റെ പേര്. സോ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക് ടയർ ഫുള്ള് പഞ്ചറായിട്ടുണ്ട്. സോ ഇപ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചറായി പോയതാണ്. സോ ഇവനൊന്ന് കൊണ്ടുപോയി റെഡിയാക്കണം. സോ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. സോ ഒന്ന് പോയി ശരിയാക്കാൻ പോകണം. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റോഡിയോ കുട്ടനും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ബാക്കിൽ ഒട്ടും എയർ കയറുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി ദൂരെ പോയി ഓടിക്കാൻ പറ്റില്ല. സോ ഫുള്ള് നടന്ന് പോകേണ്ട അവസ്ഥയാണ്. സോ അതേ മച്ചാനെയും കൊണ്ട് പോകാൻ കേട്ടോ. ഇഷ്ടമായത് ഇവിടെ തൊട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഫിസാറ്റ് കോളേജിൻ്റെ സൈഡ് ഗേറ്റ് ആണത്. ഉള്ളിൽ കാണുന്നതാണ് ഫിസാറ്റ് കോളേജ്. സോ ഫ്രണ്ട് ഗേറ്റ് ഞാൻ കാണിച്ചാൽ അവിടെ എത്തുമ്പോൾ കാണിച്ചാൽ കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ ഫിസാറ്റ് കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. കണ്ട വലിയ ക്യാമ്പസിൻ്റെ വലിയ ഗേറ്റൊക്കെയാണ്. പിന്നെ ഇത് ഈ കാണുന്നത് നമ്മുടെ ഫിസാറ്റ് കോളേജിൻ്റെ ആ ഒരു നടുഭാഗത്തായി സൈഡിൽ ഉള്ള ഒരു ചെറയാണ് കേട്ടോ. ഈ ചെറ നമ്മുടെ പഞ്ചായത്തിൻ്റെ വകയുള്ള ചെറയാണ്. ഇവിടെ മീൻ വളർത്തലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ അതേ 100 കുളം 50 ദിവസം ആ പദ്ധതിയിൽ വന്നിട്ടുള്ള ഒരു കുളം കഴിച്ചത്. ഈ വീട് നോക്കിയാൽ ഈ വീടിൻ്റെ സൈഡിൽ ഫുള്ള് ഹോളോ ബ്രിക്സ് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടില്ലേ ഡിസൈനും കാര്യങ്ങളൊക്കെ. കഴിച്ചത് ഈ വരുന്നത് ഗംഭീര ഭയങ്കര വലിയ വീടാണ് കേട്ടോ. കണ്ടോ എത്ര വലുതാണ്. പിന്നെ അതേ അപ്പുറത്തൊരു വീടും കൂടി ഉണ്ട്. നമ്മളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഏകദേശം എത്താറായിട്ടുണ്ട്. സോ ബാക്കി എത്തിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്തായാലും പഞ്ചർ ഒട്ടിക്കണം, ടയർ മാറ്റണോ എന്നുള്ളത് നോക്കാം ഗൈസ്. ഈ സൈഡിൽ കൂടെ നീണ്ടു നിവർന്ന് പോകുന്നതാണ് കേട്ടോ നമ്മുടെ മൂക്കനൂരുകാരുടെ സ്വന്തം വലിയ കനാല്. സോ ഈ കനാലിൽ നിന്നാണ് നമ്മുടെ ഭാഗത്തേക്കൊക്കെ ചെറിയ കനാലിലേക്ക് ഈ വേനൽക്കാലത്ത് വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഡാമിൽ നിന്നുള്ളത്. സോ ഇപ്പോൾ ഇതിൽ ഫുള്ളും പുല്ല് നിറഞ്ഞേക്കാണ് മഴക്കാലം ആയതുകൊണ്ട്. ഗൈസ്, നമ്മൾ സൈക്കിൾ കടയിൽ എത്തിയിട്ടുണ്ട്. സോറി, നമ്മുടെ റോഡിയോ കുട്ടനെ അതേ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ശരിയാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ചേട്ടൻ നമ്മുടെ വീലൊക്കെ ഊരി എടുത്തിട്ട് പറഞ്ഞു നമുക്ക് ടയർ തന്നെ മാറ്റാമെന്നുണ്ട്. അതേ പുതിയ ടയറും പുതിയ ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കാണ്. നമ്മുടെ റോഡിയോ കുട്ടനെ പുതിയ ടയറും ട്യൂബും ഒക്കെ ഇട്ടിട്ട് ബാക്കിൽ ടയർ സെറ്റാക്കി തരുന്നുണ്ട്. സോ അങ്ങനെ റോഡിയോ കുട്ടനെ മേടിച്ചിട്ട് അപ്പോൾ മമ്മി കൊടുത്തിട്ട് പറഞ്ഞു വൈകിട്ട് കഴിക്കാൻ എന്തെങ്കിലും കടിയും പിന്നെ പാലൊക്കെ മേടിക്കാൻ പറഞ്ഞു. സോ അത് മേടിക്കാൻ വേണ്ടി നിൽക്കാം. സോ ഇവിടെ കടികളൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി ബോംബെ സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ പാലും കടിയും മേടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ റോഡിയോ കുട്ടനെ നമുക്ക് തിരിച്ചു പോകാം. സോ ഈ ഒരു കാണുന്നത് ഒരു അടിപൊളി കുളത്തിൻ്റെ അവിടേക്കുള്ള ഒരു വഴിയാണ്. സോ ഇതാണ് അടിപൊളി കുളം. സോ ഇത് നമ്മുടെ MLA ആയ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യുന്ന സംഭവമാണ്. സോ അതിൻ്റെ 4 സൈഡിൽ നമുക്ക് നടക്കാൻ പറ്റിയ ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. സോ രാവിലെയും വൈകിട്ടൊക്കെ ആൾക്കാരൊക്കെ നടക്കാൻ വേണ്ടതാണ് ടൈൽസ്. അപ്പോൾ നമ്മുടെ റോഡിയോ കൂട്ടനെ ശരിയാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മമ്മി പറഞ്ഞ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു ഗൈസ്. നമ്മുടെ റോഡിയോ കൂട്ടനെ ബാക്ക് ടയർ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറ്റി മച്ചാനെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് നമ്മുടെ കാർ പോർച്ചിൽ. സോ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വഴിയേ നമുക്ക് കാണാം ഗൈസ്. നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ആ ഉറക്കം പോകുമ്പോൾ വല്ലാത്തൊരവസ്ഥയില്ലേ. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ട് 4 മണിക്ക് മുമ്പ് എന്നെ എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോഴുള്ള അവസ്ഥയായി. സോ ഇപ്പോൾ മമ്മി എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മളെ ജാക്സനെ നമ്മൾ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായി. സോ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചതാണ്. സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രശ്നമൊന്നും ഉണ്ടായില്ല, എന്നാലും ലേറ്റ് ആയില്ലോ. അപ്പോൾ മഴ നന്നെയൊക്കെ സീനായിരുന്നു. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും കേട്ടെന്നല്ലോ. സോ ഇന്നലെ ആണെങ്കിൽ ക്ലാസ് ഉണ്ടായില്ല, അതന്നെ ഇന്നലെ പോകേണ്ടി വന്നില്ല. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മമ്മി വിളിച്ചതാണ്. പക്ഷേ നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊരു കഷ്ടമല്ലേ.
അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ എന്തായാലും അജാക്സിനെ പോയി പിക്കപ്പ് ചെയ്യട്ടെ. അജക്സ് ഇതേ അവൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. സോ അവനെ പിക്കപ്പ് ചെയ്തിട്ട് ഇതേ നമ്മൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. സോ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വൈകിട്ടാണ് ഇവിടെ പള്ളിയിൽ കുർബാനകൾ. സോ എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കുർബാനയ്ക്ക് പോകണതുകൊണ്ട് തന്നെ കുർബാനയ്ക്ക് പോകാൻ പോവുകയാണ്. 6 മണിക്കാണ് കുർബാന. സോ ഇപ്പം 5 മണി ആയിട്ടുണ്ട്. സോ ഇനി പോയി കുളിച്ച് റെഡി ആയിട്ട് പള്ളിയിൽ പോകണം. സോ അതുകൊണ്ട് തന്നെ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ മുമ്പ് ഞാൻ ഇന്നലെ നമ്മുടെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ മാച്ചിന്റെ സമയത്ത് എടുത്ത കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അതും കൂടി നിങ്ങൾ കണ്ടേക്ക്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് ഡേ നമ്മുടെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ മാച്ച് കിട്ടിലനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യൻ സ്പിന്നേഴ്സ് അങ്ങോട്ട് തകർത്ത് ആടിയിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ ബൗളേഴ്സ് മാത്രമേ ഉള്ളൂ ബാറ്റ് ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ ബാറ്റേഴ്സും എല്ലാവരെയും ഒക്കെ തീർത്ത് വിട്ടിട്ടുണ്ട്. ഇന്ത്യ ജയിച്ചു. ഇന്ത്യ ഇസ് ഇൻ ടു ദി ഫൈനൽസ്. അവരെ ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇംഗ്ലണ്ടിനെ റിവഞ്ച് തീർത്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ സെമി ഫൈനൽ ഇതുപോലെ നമ്മൾ തോപ്പിച്ച് അവർ ഫൈനലിൽ കയറി അവർ കപ്പടിച്ചു. സോ നമ്മളിപ്രാവശ്യം അവരെ തോപ്പിച്ചിട്ട് നമ്മൾ ഫൈനലിൽ കയറി നമ്മൾ കപ്പടിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. സൗത്ത് ആഫ്രിക്ക നല്ല കിഡിലൻ ടീമാണ്. അവിടെ ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ സെറ്റാണ്. സോ നമ്മൾ ബാറ്റിംഗ് ഒന്നും കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റുന്നതാണ്. സോ നമ്മൾ അടിക്കുന്ന പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ 29th ജൂൺ. ആ ക്ലിപ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. സോ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുക. സോ നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.